പ്രിയ ഓയിസ്ക കുടുംബാംഗങ്ങളെ നമസ്കാരം. കഴിഞ്ഞ 25-ാം തീയതി ഞായറാഴ്ച കോഴിക്കോട് വെച്ച് നടന്ന സ്റ്റേറ്റ് കോൺഫറൻസിൽ കോട്ടയം ചാപ്റ്റർ ഞങ്ങൾ 6 പേര് പങ്കെടുക്കുകയുണ്ടായി. ആ ചാപ്റ്ററിൽ പങ്കെടുത്തപ്പോൾ നമുക്ക് കിട്ടിയ അനുഭവങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുകയാണ് ഞാൻ ഈ സമയത്ത്. 26-ാം തീയതി നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞ കാഴ്ച, അന്തർദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ അരവിന്ദ് ബാബു സാറ്, സൗത്ത് ഇന്ത്യൻ ചാപ്റ്റർ പ്രസിഡന്റ് ആയിട്ടുള്ള തേവർ സാറൊക്കെ നമ്മളെ സ്വീകരിക്കുന്ന, ആ മനസ്സ് തുറന്ന് സ്വീകരിക്കുന്ന സ്വീകരണം കാണുമ്പോൾ സൗത്ത് ഇന്ത്യ ചാപ്റ്ററിന് കോട്ടയം ചാപ്റ്ററിനോടുള്ള ആദരവും സ്നേഹവുമാണ് ഞങ്ങൾക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഉൾക്കൊള്ളുവാനും സാധിച്ചത്. സ്റ്റേറ്റ് കൺവെൻഷനിൽ നടന്ന മറ്റു ചാപ്റ്ററുകളുടെ പ്രവർത്തന റിപ്പോർട്ടും അത് നടന്ന കൺവെൻഷൻ നടന്ന ക്ലാസ്സുകളും എല്ലാം അടിസ്ഥാനപ്പെടുത്തി ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, ഞങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ നമ്മളുമായിട്ട് പങ്കുവെക്കുകയാണ്. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അടിവരയിട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ജെയിംസ് സാറും മേഴ്സി മാമും നോട്ട് ചെയ്യുകയുണ്ട്, ഒരു മിനിറ്റ്സ് തന്നതുപോലെ. എല്ലാ കാര്യങ്ങളും നമ്മളത് ഉൾക്കൊണ്ടു. മേൽഘടകങ്ങൾ തരുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ള കാര്യം വസ്തുത സത്യം തന്നെയാണ്. ആ മേൽഘടകങ്ങളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമുക്ക് നമ്മുടെ കോട്ടയം ചാപ്റ്ററിനെ ഇനിയും വളരെയേറെ ഉയർത്തുവാനുണ്ട്. ഒരു കാര്യം ഞങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലായി, അവിടെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചതിൽ ഏറ്റവും നന്നായി നിൽക്കുന്ന പല ചാപ്റ്ററുകളിലും 70 അംഗങ്ങൾ, 60 അംഗങ്ങൾ, 50 അംഗങ്ങളോളമുണ്ട്. അപ്പോൾ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കണമെങ്കിൽ, പ്രവർത്തനങ്ങൾ നന്നാവണമെന്നുണ്ടെങ്കിൽ ചാപ്റ്ററിൽ മെമ്പേഴ്സ് കൂടണമെന്നുള്ള സത്യം അവിടെ പൂർണ്ണമായി ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ മീറ്റിംഗിൽ നമ്മളെടുത്ത തീരുമാനം എത്രയും പെട്ടെന്ന് പ്രാവർത്തികമാക്കണമെന്ന് സ്നേഹപൂർവ്വം അപേക്ഷിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ അടിസ്ഥാന കാഴ്ചപ്പാടുകൾ, മൂല്യങ്ങളിൽ നിന്നുകൊണ്ടായിരിക്കണം നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ആ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ സമൂഹത്തിന് വേണ്ട, പ്രകൃതിക്ക് വേണ്ട കാര്യങ്ങൾ നാം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് നല്ല കാഴ്ചപ്പാടോടെ കാണുവാനും വ്യത്യസ്തമായി ചെയ്യുവാനും സാധിക്കണം. അപ്പോൾ മാത്രമേ കോട്ടയം ചാപ്റ്ററിന്റെ യശസ് പുറത്തേക്ക് വരികയുള്ളൂ. അതുപോലെ തന്നെ പ്രകൃതിയോടനുബന്ധിച്ച്, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും പ്രകൃതിയിലേക്ക് ഇറങ്ങി വന്ന് കൊച്ചുകുട്ടികളെ ബാലപാഠം പഠിപ്പിക്കുന്നത് പോലെ കുട്ടികളുടെ പല ക്യാമ്പുകളെ, സെമിനാറുകളെ, പ്രോഗ്രാമുകളെല്ലാം നമുക്ക് നടത്തുവാനായിട്ട് നാം തയ്യാറാവണം. പുതിയ ഒരു വുമൻസ് ചാപ്റ്റർ ഉണ്ടാവണം, ഒരു യൂത്ത് ചാപ്റ്റർ ഉണ്ടാവണം. പ്രവർത്തനങ്ങൾ നമുക്ക് വിപുലീകരിക്കണം. അതുപോലെ തന്നെ നമ്മളുടെ പ്രവർത്തനങ്ങളെ ഒരു വർഷത്തേക്ക്, നമ്മൾ കഴിഞ്ഞ മീറ്റിംഗിൽ സംസാരിച്ച പോലെ തന്നെ 1 വർഷത്തേക്കുള്ള ഒരു ഇയർ പ്ലാനർ നാം തയ്യാറാവണം. പെട്ടെന്ന് പ്രോഗ്രാം അല്ല നമ്മൾ നടത്തേണ്ടത്. നമുക്ക് കൃത്യമായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കണം. ആ കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ച് നമുക്ക് പ്രോഗ്രാമുകൾ നീട്ടി എടുത്ത് അറിയിക്കേണ്ടവർ നേരത്തെ അറിയിച്ച് നമുക്കത് നല്ല രീതിയിൽ വിജയിപ്പിച്ച് കൊണ്ടുപോകാൻ വേണ്ട രീതിയിൽ നമുക്ക് ഒന്നിച്ചു നിൽക്കാൻ സാധിക്കണം. ഒരു കാര്യം അഭിമാനത്തോടെ പറയട്ടെ, നമ്മുടെ മുൻപിൽ 2 നക്ഷത്രങ്ങളായി ബഹുമാനപ്പെട്ട സൗത്ത് കേരള ചാപ്റ്റർ പ്രസിഡന്റ് തോമസ് സാറുണ്ട്, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ ആയിട്ടുള്ള സജൻ ഗോപാലനുണ്ട്. ഇവർ 2 പേരും കോട്ടയം ചാപ്റ്ററിന് ഉയർന്നു പോയവരാണ്, വളർന്നു വന്നവരാണ്. അതുകൊണ്ട് നമുക്ക് ഇവർ 2 പേരിലും അഭിമാനിക്കാൻ സാധിക്കും. പുതിയ സൗത്ത് പ്രസിഡന്റായിട്ട് എബി തോമസ് സാറിനെ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടതിൽ ഞങ്ങൾ പ്രത്യേകം കോട്ടയം ചാപ്റ്ററിന്റെ സന്തോഷം ഈ അവസരത്തിൽ ഞാൻ പങ്കുവെക്കുകയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇനി മുന്നോട്ട് പോകുമ്പോൾ എത്രയും പെട്ടെന്ന് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുക എന്നുള്ളത് അത്യാവശ്യമാണ്. സ്റ്റേറ്റ് കൺവെൻഷൻ നടന്ന മുഴുവൻ കാര്യങ്ങളും മേഴ്സി മാമുണ്ട്, ജെയിംസ് സാറുണ്ട്, ഇവര് വ്യക്തമായി നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ആ ഒരു യാത്രയിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, പ്രവർത്തിക്കാൻ സജ്ജമായ ഒരു കമ്മിറ്റിയാണ് കോട്ടയം കമ്മിറ്റി എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് മുൻപിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുണ്ട്. നമുക്കതൊന്ന് ഒന്നിച്ചു നിന്ന് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. എല്ലാ കാര്യങ്ങളും കൃത്യതയോടുകൂടി വേണം, കൃത്യമായ പ്ലാനിങ്ങോടുകൂടി വേണം. അതുകൊണ്ട് പ്ലാനിങ് എത്രയും പെട്ടെന്ന് നമുക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട്. നമുക്ക് നല്ല രീതിയിൽ ഇതിന് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഒരാൾ പോലും വിട്ടു നിൽക്കാതെ നമ്മൾ മാക്സിമം ഒന്നിച്ച് വരിക, എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് കൊണ്ടുപോവുക. നമ്മുടെ സ്റ്റേറ്റ് കോൺഫറൻസിൽ നമ്മൾ 6 പേര് ചെന്നപ്പോൾ നമ്മൾ കോട്ടയം ചാപ്റ്ററിന് വളരെയേറെ ഒരു നല്ല പ്രാതിനിധ്യം അവിടെ വന്നു. അത് ദക്ഷിണ ഇന്ത്യയുടെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയുടെ ചാപ്റ്ററിന് മുമ്പിൽ നമ്മുടെ യശസ് ഉയർത്തുകയും ചെയ്തു. ഞങ്ങൾക്ക് അവരിൽ നിന്ന്, സ്റ്റേജിൽ നിന്ന് കേട്ട ഒരു വാക്ക് നമ്മളെ സംബന്ധിച്ച് ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. കാരണം കോട്ടയം ചാപ്റ്ററിനെ കാണുമ്പോൾ തന്നെ അറിയാം കോട്ടയം ചാപ്റ്ററിന്റെ ആഠിത്യവും അല്ലെ കോട്ടയം ചാപ്റ്ററിന്റെ കഴിവും വെളിപ്പെടുത്തുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും അവിടെ നിന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഈ കോട്ടയം ചാപ്റ്ററിലെ ഓരോരുത്തർക്കും അവകാശപ്പെട്ട വാക്കുകളായിരുന്നു, അഭിമാനത്തിന്റെ നിമിഷങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെ അത്രയേറെ ബഹുമാനിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ അല്പം പോലും പുറകോട്ട് പോകാൻ പാടില്ല. മലബാർ സൈഡിലേക്ക് ചെന്നാൽ ഓയിസ്ക എന്താണെന്ന് ഒരാളെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്നാൽ തിരുവിതാംകൂറിലേക്ക് വരുമ്പോൾ ഓയിസ്കയെ അറിയാത്ത ഒത്തിരിയേറെ ജനങ്ങളുണ്ട്. ഇവിടെ നമ്മളുടെ ഈ ഒരു വർഷത്തെ പ്ലാനിങ്ങിൽ, ഈ ഒരു വർഷത്തെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന, ജനങ്ങളെ ആകർഷിക്കുന്ന, ജനങ്ങൾ അറിയുകയും ഉൾക്കൊള്ളുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഓയിസ്ക മാറേണ്ടത് അനിവാര്യമാണ് എന്നുകൂടെ ഞാൻ പറയട്ടെ. അപ്പോൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങൾ അറിയുന്ന വലിയ വലിയ പ്രോഗ്രാമുകളിലേക്ക് ഓയിസ്ക കുറച്ചുകൂടി തിരുവിതാംകൂറിലേക്ക് ഒന്ന് പകർന്നാടാൻ നാം തയ്യാറാവും.
എല്ലാ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഒന്നിച്ച് കൊണ്ടുപോകാം, നമുക്ക് ഒന്നിച്ച് മുന്നേറാം. നമുക്ക് എത്രയും പെട്ടെന്നൊരു മീറ്റിംഗ് കൂടെ വിളിച്ചു കൂട്ടുമ്പോൾ എല്ലാവരും മാക്സിമം മെമ്പേഴ്സിനെ എത്തിക്കാവുന്ന വിധത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അതുപോലെ തന്നെ ഇതിനിടയിൽ എത്ര മെമ്പേഴ്സിനെ കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളത് നമ്മൾ ബഹുമാനപ്പെട്ട സെക്രട്ടറി മേഴ്സി മാമിനെ അറിയിക്കണമെന്ന് കൂടി സ്നേഹപൂർവ്വം ഓർപ്പിക്കട്ടെ. നമ്മൾ മിനിമം 2, അത് 5 ആവാം, 10 ആവാം, 20 ആവാം, എത്ര പേരെ കൊണ്ടുവന്നാലും അത്രയും നല്ലത്. കാരണം നമുക്കൊരു സ്ക്രീനിങ്ങിന് വലിയൊരു ആവശ്യമൊന്നുമില്ല. കാരണം നമ്മളുടെ മെമ്പേഴ്സ് ഓരോരുത്തരും അതുപോലെ കഴിവുള്ളവരാണ്, നാട്ടിൽ പ്രശസ്തിയുള്ളവരാണ്, അറിവുള്ളവരാണ്, അവർക്കൊരു വാല്യൂ സമൂഹം കൊടുത്തിട്ടുള്ളവരാണ്. ആരും മോശമല്ല. അതുകൊണ്ട് നമ്മൾ കൊണ്ടുവരുന്നവരാരും തന്നെ മോശമാവില്ല. അവിടെ നമുക്കൊരു സ്ക്രീനിങ്ങിന് വലിയ ആവശ്യമൊന്നും വരില്ല. എങ്കിലും നമുക്ക് നോക്കിയിട്ട് തന്നെ നമുക്ക് ചെയ്യാം. അതുകൊണ്ട് വരുന്ന എല്ലാവരും എത്ര പേരെ കൊണ്ടുവരാൻ സാധിക്കുന്നത് സെക്രട്ടറി എന്ന് അറിയിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചതെല്ലാം ഒരു പോസിറ്റീവായിട്ട് മാത്രം കാണണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് സ്നേഹപൂർവ്വം താങ്ക് യു.